നേരമായിട്ട് എന്താ എൻ്റെ ഫോൺ വിളിക്കാത്ത വിജയനെ വിളിച്ചു നോക്കിയാലോ? ഹലോ വിജയ്, ആ കിച്ചു, വിജയ് എവിടെയാ? ആ വർക്കിലാണോ? ഓക്കെ ഓക്കെ ഓക്കെ, വർക്ക് ചെയ്യുന്ന വിളിക്കാൻ പറയണേ. വിജയ്, നീ എന്തിനാണ് ഇവിടെ ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുന്നത്? നന്ദു എന്നെ വിളിച്ചത്. നിങ്ങൾ തമ്മിൽ നല്ല വഴക്കുണ്ടായോ? എന്താണ് വിഷയം? എടാ വിജയ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയും. നീ ഇങ്ങനെ കുടിച്ചോണ്ടിരുന്ന എങ്ങനെയാ? എടാ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? അതുകൊണ്ടാണോ നീ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്? എടാ എന്തെങ്കിലും പറയടാ. ഒന്നുമില്ലടാ, എനിക്ക് അവനെ നഷ്ടപ്പെടുമെന്ന് തോന്നിപ്പോവാ, പേടിയാവുന്നു. അതുകൊണ്ടാ ഞാനിങ്ങനെയൊക്കെ. എനിക്കറിയില്ല, ചിന്തിക്കുന്നതൊക്കെ തെറ്റാണോ, ചെയ്തതൊക്കെ ശരിയാണോ ഒന്നും. ഇവരിത് എന്തൊക്കെ പറയുന്നേ? അയ്യോ, വെള്ളമടിച്ചു. ബോധം പോയി അതിൻ്റെ. എടാ ഇടുന്നേക്കടാ, ഞാനിപ്പോ നന്ദുവിനോട് എന്ത് പറയും? എന്റെ നന്ദു, നീ ഇത് ഇവിടെ നിൽക്കുക, ഉറങ്ങില്ലേ? എങ്ങനെയാടാ എനിക്ക് ഇന്നത്തെ ദിവസം ഉറക്കാൻ വരുന്നേ? നീ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിക്കാണോ? ഞാൻ കാണുകയൊക്കെ ചെയ്തതാ, അത് കഴിഞ്ഞ വിഷയമില്ലേ? നീ അത് ആലോചിച്ചിട്ട് എന്തിനാ ഇരിക്കുന്നേ? അവൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആർവി, തിരിച്ചവന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ. അവനല്ലേ നിന്നെ ഉപേക്ഷിച്ചു പോയത്, എന്നിട്ട് നിന്നെ വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അതും പറഞ്ഞ് അവനിപ്പോ കല്യാണം കഴിഞ്ഞതാണ്. എനിക്കറിയില്ലടാ എന്തിനവനെ നിനക്ക് ചെയ്തു കൂട്ടുന്നത്. ഞാൻ എന്ത് തെറ്റവനോട് ചെയ്ത് എന്നെങ്ങനെ ദ്രോഹിക്കുന്നാവോ? ഒരുപാട് സന്തോഷം തന്ന് അതൊക്കെ തിരിച്ചെടുത്ത് ഒരുപാട് ദുഃഖത്തിലേക്ക് ആഴ്ത്തിയിട്ട് പോയത് അവൻ. തിരിച്ച് പിന്നെയും സന്തോഷം ജീവിതത്തിൽ എനിക്ക് ജീവിക്കണം തോന്നിയത് വിജയെ കണ്ടപ്പോഴാണ്. പക്ഷെ ഇപ്പൊ എന്താ നിനക്ക് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. അതോ അവൻ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ വിജയ് എടുത്ത സത്യം തുറന്ന് പറയണം. വിജയ് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവന്റെ ജീവനത്തിലും സ്നേഹിക്കുന്ന അവന്റെ വീട്ടിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ, അതും മാരീഡായ ഒരാളെ കുറിച്ച്. നീ ആദ്യം അവൻ വിശ്വസിക്കില്ലേ എന്നല്ല നോക്കേണ്ടത്. നിന്റെ സത്യം എന്താണോ അത് അവന്റെ മുന്നിൽ എടുത്ത് തുറന്ന് പറയാ. വരുന്നത് പിന്നെ നോക്കാം. താങ്ക്സ് ഡാ, നിന്റെ അടുത്തെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ എന്തായാലും വിജയുടെ അടുത്ത് ഉടനെ തന്നെ പറയാം. നീ പോയി കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. വീട്ടിൽ തന്നെ എന്താ ഒരു തല നല്ല വെട്ടിപ്പൊളിക്കുന്ന വേദനയാണല്ലോ. ഇന്നലെ എന്താ സംഭവിച്ചത്? എനിക്കിന്ന് ഇന്നലെ വേദനിക്കുന്നത് നന്ദയുടെ. ആ ഇന്നലെ നടന്നൊന്നും കുഞ്ഞുമോനെ ഓർമ്മയില്ലേ? ഒന്ന് ഓർത്തെടുത്ത് നോക്കി. എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്ക് നല്ല തല വേദനിക്കുന്നത്. നിനക്ക് അറിയാമെന്ന് നടന്നത്? എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഓർത്തെടുക്കാൻ പറഞ്ഞത്. എനിക്കറിയാമെങ്കിൽ എനിക്ക് നിന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? നിനക്കറിയില്ലേ പിന്നെ എന്തിനാ വന്ന് ചോദിക്കുന്നത്? മിണ്ടാതിരുന്നാൽ പോരെ? നിനക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവനെന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം വെള്ളമടിച്ച് വരുന്നത്. ഇപ്പൊ അവന് കിട്ടിയപ്പോ അവനെ നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ടായിരുന്നു വെള്ളമടിക്കുന്നത്. എടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ നന്ദു പ്രശ്നക്കാരൻ വല്ലതാണോ? അതെ, നന്ദു പ്രശ്നക്കാരൻ തന്നെയാ. ഇന്നലെ രാത്രി എന്റെ ചെവിക്ക് എന്റെ ഫോൺ അവൻ ദൂരം നിന്നിട്ടില്ല. ഇവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിന്റെ പ്രശ്നം. ഈ പന്നിക്കുന്ന അവനൊന്ന് വിളിച്ചു പറയാന്നില്ലേ? ഞാൻ എങ്ങനെയാണ് നന്ദുവിന്റെ അടുത്ത് പറയാ അവനെ നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് വെള്ളമടിച്ച് കൂട്ടിയിട്ട് കിടക്കിയ സാധനങ്ങൾ? വിജയ് ദാ എന്താ നിന്നെ അലട്ടുന്നുണ്ട്? ഞങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ? എന്തിനും എതിരും നിന്റെ കൂടെ ഞങ്ങളില്ലടാ. നിന്നെ ഒരിക്കലും കരയെടുത്തെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ അവന്റെ സങ്കടത്തിന് ഞാൻ തന്നെ കാരണമായി. അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താ നീ പറയുന്നത്? അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ സങ്കടപ്പെടാൻ? അവന്റെ ആദ്യ പ്രണയം ആർവി, രാജുവീർ എന്റെ ഏട്ടനാണ്. എന്റെ ഏട്ടൻ. നിന്റെ വെള്ളടിച്ചെന്റെ കെട്ടിറങ്ങിയില്ലടാ. തോന്നിയാസം കുറിച്ച് പറയുന്നേ തോന്നി വെച്ചെന്നാലുണ്ടല്ലോ. ഇവിടെ നിന്റെ ഏട്ടൻ രാജുവീർ എങ്ങനെ അവന്റെ ദിവസമാവുന്നത്? എനിക്കറിയില്ല എന്താണെന്നൊന്നും. ഇന്നലെ രാജുവീർ നന്ദനോട് പറയുന്നത് ഞാൻ കേട്ടതാ. അത് കേട്ടപ്പോ എനിക്ക് എങ്ങനെയുണ്ടെന്ന് നീ ആലോചിച്ചോക്ക്. എന്റെ നന്ദന്റെ ആദ്യ പ്രണയം അതെന്റെ ഏട്ടനാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കാൻ വയ്ക്കാം. പക്ഷെ രാജുവീർ നന്ദനെ വീണ്ടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതെനിക്ക് കേൾക്കാൻ വയ്യ. യാദവ് പറഞ്ഞ പോലെ നിന്റെ തലയ്ക്ക് അത് കേട്ടിറങ്ങിയില്ലെന്ന് തോന്നുന്നുണ്ടെന്നല്ലേ? അതാ നീ ഇങ്ങനത്തെ പിച്ചും പേരും വിളിച്ച് പറയുന്നത്. എടാ, നീ എന്താ ആലോചിച്ചിട്ടാണ് ഈ പറയുന്നത്? എടാ, നിന്റെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഭാര്യയുണ്ട് നിന്റെ ഏട്ടത്തിയമ്മ. അതും പറയാൻ അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാ. എടാ, എനിക്കറിയാം എന്റെ ഏട്ടൻ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാന്ന്. പക്ഷെ എന്തിനാണോ പിന്നെന്തിനാ എന്റെ നന്ദുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലാവാത്തത്. അവരാ സംസാരിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. എടാ, നിനക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കേ.
നന്ദുവിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അവനായിട്ട് എൻ്റെ അടുത്ത് പറയുന്ന ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ എന്തായാലും നമുക്ക് അന്വേഷിക്കാം. പിന്നെ നീ ഇതും പറഞ്ഞ് നീ ഡള്ളായിരിക്കണ്ട. പിന്നെ വീട്ടിലാരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാവും. നന്ദു എന്തായാലും നിന്നെ വീട്ടിൽ പോവില്ല. എന്ത് പറ്റി വിജയ്? 2 ദിവസമായിട്ട് നീ വന്നില്ലല്ലോ. ചുമ്മാ വെറുതെ. വിജയ് എന്താ ചെയ്യുന്നത്? എന്ത് പറ്റി? വിജയ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുന്നേ തന്നെ നിന്നോടെല്ലാം പറയണമെന്ന് വിചാരിച്ചതാ വിജയ്. ഐ എം സോറി. എന്നെ ഉപേക്ഷിക്കരുത്. ഏയ്, ഞാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും നന്ദു. ഗുഡ് മോർണിംഗ് നന്ദു. ഇതിന് വേറെ പണിയൊന്നുമില്ലേ? എന്താ നന്ദു പെരുപ്പെറുക്കുന്നത്? എന്നെ പ്രാവിയതാണോ? എന്ത് പറ്റി? വന്നതിന് ശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയില്ലേ നിനക്ക്? ആരും എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഒന്ന് പോയി തരൂ. എന്നെ നന്ദു, നീ എന്തിനാ എപ്പോഴും എന്നിങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കറിഞ്ഞൂടെ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഞാൻ ഇട്ടിട്ട് പോയ സാഹചര്യത്തിൽ മനസ്സിലാക്കുക. എൻ്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കണ്ടായിരുന്നു. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ആ ഫാമിലിക്ക് വേണ്ടി ഇപ്പം നിന്നൂടെ? പിന്നെ എന്തിനാ എൻ്റെ പിന്നാലെ വരാൻ നിൽക്കുന്നത്? ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നീ ഇത് മനസ്സിലാക്കുക പ്ലീസ്. നോക്ക് നന്ദു, നന്ദു പ്ലീസ്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നന്ദു. നീ എൻ്റെ പ്രാണനാ. നീ എന്നെ ഇട്ടിട്ട് പോകുമല്ലേ നന്ദു? ലവ് യു. വീട് മാറി നിൽക്കാൻ രാവിലെ നീ എന്തും കാണിക്കണം. എന്താ നന്ദു നീ എൻ്റെ ഒന്ന് അകന്നു പോകാൻ ശ്രമിക്കുന്നത്? എന്തിനാ? നന്ദിപ്പോ ഏടൻ്റെ ആരും ഇല്ലാത്തത് കൊണ്ട്. എന്നാലും മനസ്സിലായില്ലെന്നുണ്ടോ വിജയ്? നീ? അതെ, ഞാൻ തന്നെ. എന്താ ഏടത്തി പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഏടത്തിയുടെ അടുത്തൊരു സമയം ചെലവഴിക്കണ്ടേ? അല്ലാതെ എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ പിന്നാലെ എന്തിനാ നടക്കുന്നത്? ബോയ് ഫ്രണ്ടോ? അത് ശരി, ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്ത പോലെ നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ നോക്കണം. ഓ ഓക്കെ ഓക്കെ, ഞാനെൻ്റെ ഭാര്യടുത്തേക്ക് പോവാം. ഞാനീ പ്രാങ്കിക്കിന്റെ തോറ്റുപോയി. ഏട്ടൻ്റെ പൊട്ടം കളിക്കാണോ? ഈ നാടൻ കളിയും പൊട്ടം കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എനിക്കെല്ലാം അറിയാം. നന്ദു എൻ്റെ അടുത്തെല്ലാം പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞതാ? നീ ഇതെന്ത് വിജയ് പറയുന്നത്? എന്താടാ? ഏതാ നന്ദുൻ്റെ പിന്നാലെ നീ നടക്കരുത്. ഏട്ടന് എൻ്റെ വൈഫിൻ്റെ ഒപ്പം നടന്നാൽ പോരെ? എന്തിനാ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ പിന്നാലെ നടക്കുന്നത്? വിജയ് എന്തൊക്കെയാ നീ പറയുന്നത്? എന്താതിരിക്കും നന്ദു, ഞാൻ പറയട്ടെ. നന്ദു ഞാൻ തമ്മിൽ ഇഷ്ടത്തില്ല. ഏട്ടൻ വിട്ടിട്ട് പോയതാണ്. പിന്നെ അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അതും പറയുന്നത് മറ്റൊരാളുടെ കൂടെ ആകുമ്പോൾ. എന്താ നീ പറഞ്ഞു വരുന്നത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞാനത് വിശ്വസിക്കണം. നീയെല്ലാം അറിഞ്ഞതുകൊണ്ട് എൻ്റെ മുന്നിൽ നീയാണ് ഇപ്പം നാടകം കളിക്കുന്നത്. അവൻ എന്നെയല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഏട്ടൻ്റെ തെറ്റിദ്ധാരണ മാത്രം അത് തിരുത്തി തരാൻ ഞാൻ നിൽക്കില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഞങ്ങളുടെ ഇടയ്ക്ക് വരാൻ ശ്രമിക്കരുത്. എനിക്കിപ്പോൾ എല്ലാം അറിയാലോ. അതുകൊണ്ട് തന്നെ പറയാം, നന്ദുവിന് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. നീ എന്തിനാ വെറുതെ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന അവനെ രക്ഷിക്കാൻ വേണ്ടി? എന്നെ ഇപ്പോഴും വിശ്വാസമായില്ലല്ലേ നന്ദു? എന്ത് വിജയ്? ഇവിടെ അവന് വിടണോ? വിജയ് ഹായ്, നിനക്ക് ഇത്ര ധൈര്യം? എന്റെ വിജയിനെ മാത്രം അടിക്കാറായത്? മിസ്റ്റർ രാജവീർ, വിജയ് എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൻ്റെ നേരെ ഒരു വിരലെങ്കിലും ചൂണ്ടി നീ സംസാരിച്ച ഈ നന്ദുവാരാണെന്ന് നീ ശരിക്കും അറിയും. നമുക്കിടയിൽ ഒന്നുമില്ല. ഞാൻ നിന്റെ ആരുമല്ല, നീ എനിക്ക് ആരുമല്ല. ഞാനിപ്പോ പോകുന്നു. എന്താ വിജയ്, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ടാണ് ഈ രൂപം കാണുന്നത്. എൻ്റെ ക്യൂട്ട് ലിറ്റിൽ പെയർ. ഫസ്റ്റ് ടൈം ഒരു ടൈഗർ രൂപത്തിൽ കാണുന്നത്. ഹോ ഇറ്റ്സ് വെരി ഹോട്ട്. ഒന്ന് പോ വിജയ്. ഏയ് നാണിക്കുന്നോ? ഇവിടെ വാ. ഇവിടെ വിജയ് എന്തേ കാണിക്കുന്നത്? വീട് വീട്. ഏയ് നീ എൻ്റേതാ. എൻ്റെ ഏട്ടനാണോ ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല.
പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് വേണ്ടി നീ പ്രതികരിച്ചത് കണ്ടപ്പോൾ അതെൻ്റെ ഏട്ടനാണെന്ന് കൂടി നോക്കാതെ ഐ ലവ് യു. ഐ ലവ് യു ടു വിജയ്. ഓക്കെ ഓക്കെ മൈ ബേബി. ചുമ്മാ വിജയ്. ആർവി, എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു. നിന്റെ നന്ദു ഇപ്പൊ നിന്റേതല്ല. എന്റെ തെറ്റുകൊണ്ട് മാത്രം, എന്റെ തെറ്റ്. പക്ഷെ ഈ തെറ്റ് വിജയ് നീ ആവർത്തിക്കും. എനിക്ക് ഉറപ്പാ നമ്മുടെ ഈ റോയൽ ഫാമിലി നിനക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്തത് ബാത്റൂം എത്ര സൗണ്ട്? വീർ, വീർ, ഓപ്പൺ ദ ഡോർ. വീർ, വീർ, വാട്ട് ഹാപ്പൻ? വീർ, ഐ എം സോറി, ഞാൻ എന്തായാലും വരാണേ. വീർ, ഇതെന്താ പറ്റിയെന്നാവോ? വീർ, 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 വാട്ട് ഹാപ്പൻ? വീർ, വീർ. ലക്ഷ്മി, നന്ദു അവൻ എൻ്റെതല്ല ലക്ഷ്മി. വീർ, വാട്ട് ഹാപ്പൻ? ലക്ഷ്മി, നന്ദു വിജയ് ഇഷ്ടത്തില്ല. നന്ദു നന്ദു hate me. He hates me. He don't love me. വീർ, വീർ, റിലാക്സ്. ഞാൻ നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കാം. വീർ, വേണ്ട, ആരും സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട. വീർ, വീർ. എല്ലാ കാര്യവും അവരോട് നീ തുറന്നു പറയണ്ടേ? എന്തൊന്നും പറയാതിരിക്കുന്ന? ഇപ്പൊ തന്നെ എല്ലാം തുറന്ന് പറയണം. മക്കളെ അവിടെ വന്നല്ലോ. വാ മക്കളെ. അച്ഛാ, എന്താ വരാൻ പറഞ്ഞത്? എന്താ ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് ഉണ്ടെന്നാണല്ലോ ലക്ഷ്മി പറഞ്ഞത്. ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാ. നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നത് തന്നെ. വിജയിനെ റോയൽ കിങ് ആയിട്ട് അധികാരം ഏൽക്കാൻ പോവല്ലേ. അതോടൊപ്പം തന്നെ അവൻ്റെ മാരേജിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചു. നന്ദു വിജയുടെ കല്യാണം. Wow, great news. കൺഗ്രാറ്റുലേഷൻസ് വിജയ്. കോളടിച്ചല്ലോ. എന്താ മോനെ, സന്തോഷമായില്ലേ? എത്ര നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നറിയോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി? അമ്മയ്ക്ക് അച്ഛന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പക്ഷെ ഇതെനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമല്ല. പിന്നെ എൻ്റെ കല്യാണക്കാരും എന്നോട് ചോദിക്കാത്ത തീരുമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഞങ്ങളുടെ ഇഷ്ടമല്ല മോനെ നിന്റെ ഇഷ്ടം. ഇതിനിപ്പോൾ ഇത്ര വലിയ മാറ്റമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന്? കളിപ്പാട്ടങ്ങൾ മേടിക്കുന്ന പോലെയല്ല എൻ്റെ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത്. എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കറിയാവുന്ന പെൺകുട്ടിയെയാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അതും പോരാണ്ട് നിന്റെ മനസ്സിൽ വേറെ വല്ല പെൺകുട്ടികളുണ്ടോ? അമ്മ, ഐ എം സോറി. എനിക്ക് നിങ്ങളെ കണ്ടുപിടിച്ച പെൺകുട്ടി കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാൻ നന്ദുവിനെ ഇഷ്ടപ്പെടുന്നത്. ഐ ലവ് യു. എൻ്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണറായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും. അച്ഛാ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇത്ര പെട്ടെന്ന് തന്നെ നിൻ്റെയും നന്ദുവിൻ്റെയും ചാപ്റ്റർ വേഗം ക്ലോസ് ആവുന്നു. എന്താണ് നീ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ തന്നെ ഇഷ്ടത്തിനെല്ലാം വിട്ടതുകൊണ്ട് ഞങ്ങളുടെ തല കയറി നിരകാണോ? ഒരു ചെറുക്കനെ പ്രണയിച്ചെന്നും പറഞ്ഞ് വന്നിരിക്കാവൻ. നീ ആരാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഈ രാജ്യം മുഴുവൻ ഭരിക്കേണ്ടതാ നീ. നിനക്കിതെന്താ പറ്റി? തിരുമേനോട് പറഞ്ഞു വല്ല പൂജിച്ച് ചരണം കിട്ടുക അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാവനെ. എന്തൊക്കെ പറയുന്നു? അമ്മ, എനിക്ക് ഭ്രാന്തബാധ, പ്രേതബാധ കയറുള്ള മറ്റൊരു അസുഖങ്ങളൊന്നുമില്ല. ഞാനൊരാളെ പ്രണയിച്ചിട്ടേ ഉള്ളൂ. നിർത്തടാ. അവൻ്റെ ഒരു പ്രണയം ഒരു ആണിനോട് തോന്നുന്ന പ്രണയമല്ല. ശേ, നിന്നെപ്പോലെ ഒരു മകന് എനിക്ക് തീരും സമ്മതം ആലോചിക്കപ്പെടാ. മര്യാദയ്ക്ക് അതൊക്കെ മറന്നിട്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ നോക്ക്. രാജ്യത്തിന് വേണ്ടി ജീവിക്കാനോ? സ്വന്തമായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നത്? എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു രാജ്യത്തിലെ പ്രജകൾക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു രാജാവായി മാറുന്നത്? എനിക്കതിനുള്ള കഴിവില്ലെന്നല്ല അതിനർത്ഥം. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്റ്റാൻഡ് എടുക്കാൻ ആദ്യം കഴിയണം. അതാ ഞാനിവിടെ പറയുന്നത്. എനിക്കിഷ്ടം നന്ദുവിനെയാണ്. ഞാൻ മറ്റൊരാളെയും വിവാഹം കഴിക്കത്തില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് നന്ദുവിനെ എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ, ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ, എനിക്ക് ഈ റോയൽ ഫാമിലിയുടെ കിങ് ആയിരിക്കാനൊന്നും ഒരാഗ്രഹമില്ല. ഐ ആം എ വെരി സിമ്പിൾ പേഴ്സൺ. മനസ്സിലായാലും എല്ലാവർക്കും? എന്റെ നിലപാട് നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണം. ഇനി നീയും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഈ റോയൽ ഫാമിലി ഇനി ഇങ്ങനൊരു മകനില്ല എനിക്ക്. ഇറങ്ങിക്കോണം അവിടുന്ന്. വിജയ്,
വേണ്ട, ഞാൻ പൊക്കോളാം. എനിക്ക് ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം. നന്ദു പ്ലീസ്, നീ ആർക്കു വേണ്ടി ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സ്നേഹിച്ചത് നിന്നെ കൈവിടാനല്ല, കൂടെ ചേർക്കാനാ. ഇറങ്ങി നീ ഞാൻ ഇവിടുത്തെ. ഇവിടെ ഒരിക്കലും ഞാൻ കൈവിടില്ല, എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ അച്ഛാ, ഞാൻ നിങ്ങളെ ആരും ഉപേക്ഷിച്ച് പോകുന്നൊന്നുമില്ല. ഈ റോയൽ കിങ് പദവി മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ നന്ദുവിനെ തേടി വരാം. ഞാൻ കാത്തിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അച്ഛൻ മൂത്ത മകനെ പോലെ അവൻ എനിക്കൊരിക്കലും കഴിയില്ല അച്ഛാ. വാ നന്ദു. മോനെ വിജയ്, എടാ പോവല്ലടാ. എടാ ഏട്ടാ, അവനൊന്ന് പിടിക്ക് വിജയ്. അമ്മ അമ്മ നിക്കമ്മേ. വിജയ് നിക്ക്, നീ ഒന്നും പറയണ്ട നന്ദു. ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് നോക്കാം. പക്ഷെ അവര് വരും നമ്മളെ തേടി, എനിക്ക് ഉറപ്പാ. അങ്ങനെ ഇതെല്ലാം റെഡിയായി. ഇനി ഞാൻ പോയി എന്നെ വർക്ക് നോക്കട്ടെ, ഓഫീസിലേക്കുള്ള വർക്ക്. ഈ ഫയലൊക്കെ ഒന്ന് വേഗം റെഡിയായി കഴിക്കാം. എനിക്ക് വയ്യ. ഒന്ന് കേടുന്നാ മതി. നന്ദു, ഇവരിതെവിടെ? എന്റെ ബേബി നന്ദു നല്ല ഉറക്കാണോ? മുന്നേ ഞാൻ പറഞ്ഞതാ ഓവറായി ജോബ് ചെയ്യരുതെന്ന്. പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. നന്ദു നന്ദു നല്ല ഉറക്കാണല്ലോ. സോ ക്യൂട്ട്. ഉറങ്ങുമ്പോഴാ യു ആർ അഡോറബിൾ. ഓ മൈ ബേബി. എഴുന്നേക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. വിജയ് ഒന്നും ചെയ്യുന്ന മാറി നിൽക്ക്. ഡിസ്റ്റർബ് ചെയ്യാതെ. എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നു ബേബി? ഉറങ്ങുമ്പോൾ എന്ത് ബ്യൂട്ടിയാ. ചുമ്മാ ഒരു വിജയ്. എന്താണ് വല്ലാത്തൊരു കള്ളച്ചിരിയാണല്ലോ മുഖത്ത്. മാറില്ലേ? ഇല്ലല്ലോ. വിജയ് പ്ലീസ് നോ, മാറി. മതി. എന്ത് എന്താ മതിയെന്ന? വിജയ് നോ, പ്ലീസ് സ്റ്റോപ്പ്. Who is the disturbance? മനുഷ്യന് മുരളിക്ക് റൊമാൻസ് ചെയ്യാൻ സമ്മതിക്കില്ല. വിജയ് നിന്ന് വർത്താനം പറയപ്പോ തുറക്ക്. ആരെ നോക്ക്. ഓ ഞാൻ നോക്കാം. ഏത് കാണാനാകും. പിന്നെ പിച്ചക്കാരനായിരിക്കും. എന്നവരെ തലമുണ്ട കയറി പിടിക്കും. ആരാടാ? ആരേക്കാ? അച്ഛാ, അച്ഛാ, മോനെ വിജയ്. അച്ഛാ, വിജയ് നീ ഓക്കെയല്ലേ? അമ്മേ. മോനെ വിജയ്. അകത്തേക്ക് അമ്മേ. അച്ഛാ, എടുത്തി. വിജയ് ആരാ വന്നത്? എന്താ തലമുട്ടടിച്ച് പൊടിച്ചോ നീ? വിജയ് എന്താ നന്ദമോനെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അതൊന്നുമില്ല ആൻറ്റി. വരി ഇരിക്കുക ആൻറ്റി. ഹായ് ആൻറ്റി. എടുത്തി. അങ്കിളാൻറ്റി എന്നല്ല മോനെ, അച്ഛനമ്മന്ന് വിളിച്ചാൽ മതി വിജയ് വിളിക്കുന്ന പോലെ. അത് വിജയ് ഞങ്ങളുടെ മുഖത്ത് കൺഫ്യൂഷൻ കണ്ടാൽ അറിയാം. ഞങ്ങളോട് ക്ഷമിക്കും മക്കളെ. പ്രായമായ ആൾക്കാരല്ലേ ഞങ്ങൾ. ഇതൊക്കെ അംഗീകരിക്കാൻ കുറച്ച് വൈകും. അതുപോലെ തന്നെ ഞങ്ങൾ റോയൽ ഫാമിലിയും കൂടി ആയതുകൊണ്ട് അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങളുടെ ഈ ബന്ധത്തിൽ. ഇത്രയും കാലമായിട്ട് നിങ്ങൾ അകന്നു നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല മക്കളെ. ഇനി നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ ഇനി ക്ഷമയൊന്നും ചോദിക്കണ്ട. നിങ്ങൾ എന്തായാലും ഞങ്ങളെ അംഗീകരിച്ചല്ലോ. ഞങ്ങളുടെ കൂടെ ഉണ്ടാകാൻ മതി നിങ്ങൾ. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലേ വിജയ്? അച്ഛനൊന്നും പഴയ കാര്യങ്ങളൊന്നും പറയണ്ട. ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. വിജയ് നന്ദു, ഞാനൊരാളിവിടെ ഉണ്ട്, മറന്നോ? ഏടത്തി നീ വിജയ് മറക്കം തോന്നുന്നുണ്ടോ? അറിയാതെ ആ കറക്റ്റിന്റെ പുറകിലാവും നിൽക്കുന്നത്. നല്ല ക്യൂട്ടാണല്ലോ. കണ്ടുപിടിച്ചുള്ള മുഖമാണല്ലോ ഏട്ടത്തിയത്. കുഞ്ഞ, നീ എന്താ അവിടെ വിളിച്ചു നിൽക്കുന്നത്? ഇവിടെ വാടാ. ഇവൻ വലിയ നാണക്കാരനാ വിജയ്, അതുകൊണ്ടാ നാണിച്ച് നിൽക്കാൻ നിന്നെ കണ്ടപ്പോ. വലിയ വർത്താനായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ ചെറിയച്ഛനെ കണ്ടു ഞാൻ അത് പറയിട്ട് പറയുന്നൊക്കെ. ഇപ്പൊ കണ്ടില്ലേ? ഇത്രയും ചെറിയൊരു ഹാൻസം ബോയ്ക്കോ? മോശം. വിജയ് നന്ദു, നിങ്ങളെ രണ്ടുപേരും കാത്ത് പുറത്തൊരാള് നിൽക്കുന്നുണ്ട്. ഒന്ന് ചെന്ന് സംസാരിക്കും. ഞങ്ങൾ കാത്താറ് നിൽക്കാറാ.
ആരായിരിക്കും നന്ദു? എനിക്കറിയില്ല. രണ്ടുപേരും പുറത്തൊന്ന് പോയി നോക്ക്. നന്ദു വീട്, നമുക്ക് പോയി നോക്കാം. അച്ഛൻ പറഞ്ഞല്ലേ, വാ നന്ദു വീടടാ. ഓ, ഇനി വിളിച്ചോട്ട് കൊടുന്നിട്ടുണ്ട് നന്ദു. ഇതിപ്പോ ആരാ ഇത് പുറത്ത് വന്നിക്കുന്നത്? ആര്? വിജയ് ആര്? ഹായ് ഗൈസ്. എന്താ രണ്ടാൾക്കും എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് സന്തോഷമുള്ള പോലെയൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ. കണ്ടേനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ നമുക്കിടയിൽ നടന്നത്. അത് ശരിയാ. ആർമിക്കുന്നില്ല എന്നെ വിജയം കാണണമെന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പം അകത്തേക്ക് വിടാറുള്ളത്. വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ആരുടെ മനസ്സിലുണ്ടോ? നന്ദു, നിന്റെ നാട്ടിൽ നിന്ന് ആരുടെ കുറെ നാളായി ഞാൻ കേട്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വീണ്ടും വിളിക്ക് വേണ്ടി. ആജ്വീർ പ്ലീസ് പേടിക്കണ്ട, ഞാനൊന്നും അങ്ങനെ തട്ടിയെടുക്കാനൊന്നും പോകുന്നില്ല. തട്ടിയെടുത്താലും അവൻ്റെ മനസ്സിൽ എനിക്ക് ഇടമില്ല. അറിയാം, ഞാൻ എല്ലാത്തിനും ക്ഷമ ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരോട്, പ്രത്യേകിച്ച് നന്ദനോട്. എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, എൻ്റെ സാഹചര്യം കൊണ്ടാ, എൻ്റെ പേര് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നിന്റെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ ആർവി, അപ്പം ലക്ഷ്മി ആരാ നിനക്ക്? ലക്ഷ്മിക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനം ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ആരാണെന്നും എന്താണെന്നും ഒരിക്കലും അവളെ സ്നേഹിക്കില്ലെന്ന് അറിഞ്ഞിട്ടും എൻ്റെ താലിക്ക് കഴുത്ത് തട്ടിത്തുന്ന പെണ്ണവള് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഇനിയും ഞാൻ കണ്ടില്ലെന്ന് അടിച്ചാൽ ശരിയാവില്ല. ഭർത്താവ് എന്നുള്ള എല്ലാ രീതിയിലുള്ള സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രണയം അതെനിക്ക് അവൾക്ക് മാത്രമായിട്ട് കൊടുക്കണം. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം എല്ലാത്തിനും. ഞാൻ പോന്നു. കുഞ്ഞിനെ എന്നെ അന്വേഷിക്കുന്നുണ്ടോ? നന്ദു, ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇനി ഏട്ടൻ വീണ്ടും നിന്റെ കാര്യത്തിലൂടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി. ഇപ്പൊ ഏട്ടൻ എല്ലാം മനസ്സിലാക്കി ഏട്ടത്തോടൊപ്പം ജീവിക്കാൻ നോക്കിയിട്ട് ദൈവമേ നിനക്ക് നന്ദി. ഐ ലവ് യു മൈ ബേബി. വിജയ്, താങ്ക്സ് ഫോർ എവറിത്തിങ്. എനിക്ക് നല്ലൊരു ഫാമിലി തന്നതിന് താങ്ക് യു ആൻഡ് ഐ ലവ് യു സോ മച്ച്.